വെൽക്കം ടു ഡേ ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് സാധാരണയായി നടക്കാറുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു പ്രാക്ടീസ് ചെയ്താലോ? അതായത് പതിവ് പ്രവൃത്തികളും ദിനചര്യകളും ഒക്കെ സാധാരണ നടക്കാറുള്ള കാര്യങ്ങളാണല്ലോ. പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നു, കാണുന്നു, അല്ലെങ്കിൽ കാണാറുണ്ട്, പോകുന്നു, പോകാറുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവരുന്നു, കൊണ്ടുവരാറുണ്ട് എന്നൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ വേണ്ടി സബ്ജക്റ്റിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ V1 ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഐ വോക്ക്, ഞാൻ നടക്കാറുണ്ട്. ഐ വോക്ക്, ഞങ്ങൾ നടക്കാറുണ്ട്. വി വോക്ക്, ഞങ്ങൾ നടക്കാറുണ്ട്. യു വോക്ക്, നിങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നടക്കാറുണ്ട്. യു വോക്ക്, ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് നടക്കുന്നു. ഐ വോക്ക് ഹോം ഇൻ ദി ഈവനിങ്. I walk home in the evening. ഞാൻ എന്നും രാവിലെ 30 മിനിറ്റ് നടക്കാറുണ്ട്. I walk for 30 minutes every morning. I walk for 30 minutes every morning. അവർ എന്നെ കുറ്റപ്പെടുത്തുന്നു. They blame me. ഞാൻ ബാങ്കിൽ 5000 രൂപ അടയ്ക്കാറുണ്ട്. I pay 5000 rupees in the bank. I pay 5000 rupees in the bank. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. I do my homework. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. We speak English. അവർ അത് അർഹിക്കുന്നു. They deserve it. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. I get up at 6 in the morning. ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നു. I teach in a school. എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണം. I want a new dress. അവർ എനിക്ക് പണം കടം തരാറുണ്ട്. They lend me money. കുട്ടികൾ സ്കൂളിലേക്ക് നടക്കുന്നു. Kids walk to school. പാർട്ടിയിൽ കുട്ടികൾ നൃത്തം ചെയ്യാറുണ്ട്. Children dance at the party. അവൻ നടക്കുന്നു അല്ലെങ്കിൽ നടക്കാറുണ്ട്. He walks. അവൾ നടക്കാറുണ്ട്. She walks. അത് നടക്കുന്നു. It walks. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, he, she, it എന്നിവ സബ്ജക്റ്റായി വരികയാണെങ്കിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോമിനോട് കൂടെ അല്ലെങ്കിൽ V1 കൂടി ഒരു എസ് കൂടി ചേർത്ത് പറയണം എന്നൊരു നിയമമുണ്ട്. അതുപോലെ തന്നെ he, she, it എന്നിവയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സബ്ജക്റ്റിനോടൊപ്പവും നമുക്ക് എസ് ചേർക്കണം. ഫോർ എക്സാമ്പിൾ, സൂര്യൻ കിഴക്കുദിക്കുന്നു. The sun rises in the east. അവൾ പാൽ കുടിക്കുന്നു. She drinks milk. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. He plays cricket. അവൾ രാവിലെ ഓടുന്നു. She runs in the morning. പൂച്ച ശാന്തമായി ഉറങ്ങുന്നു. The cat sleeps calmly. പാചകക്കാരൻ രുചികരമായി പാചകം ചെയ്യുന്നു. The chef cooks deliciously. മനസ്സിലായല്ലോ? എന്ത് എളുപ്പമല്ലേ? ഇനി സംസാരിക്കുമ്പോൾ തെറ്റുമോ എന്ന് ഭയപ്പെടേണ്ട. അഥവാ തെറ്റിയാലും കാര്യമാക്കേണ്ട. തെറ്റാതെ സംസാരിക്കുന്നവർ ആരും തന്നെ ഇല്ല എന്ന് നാം മനസ്സിലാക്കുക. ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർ പോലും നിരവധി തെറ്റുകൾ വരുത്താറുണ്ട്. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ പോലും ഗ്രാമറ്റിക്കലി നോക്കുകയാണെങ്കിൽ എത്രയോ തെറ്റുകളാണ് വരുത്താറുള്ളത്, അല്ലേ? ബട്ട് ഹൂ കെയർസ്? പക്ഷെ ആര് ശ്രദ്ധിക്കുന്നു? സോ നാം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നാം പഠിച്ച നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുക. ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ നന്നായി കേൾക്കുക. സന്ദർഭങ്ങളനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഡെയിലി പറഞ്ഞ് അതും ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കും. സോ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൂടെ പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഞങ്ങൾ ഒരു ടീ പാർട്ടി ഒരുക്കുന്നു.
We arrange a tea party. We arrange a tea party. അവൻ എന്നെ വിശ്വസിക്കുന്നു. He believes me. He believes me. അവൾ മാർക്കറ്റിലേക്ക് പോകുന്നു. She goes to market. She goes to market. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. O എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന V1ന്റെ കൂടെ S മാത്രം ചേർത്താൽ പോരാ, ES ചേർക്കണം. ഫോർ എക്സാമ്പിൾ, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുന്നു. She does her homework. She does her homework. അവൻ ജിമ്മിൽ പോകാറുണ്ട്. He goes to the gym. He goes to the gym. മനസ്സിലായല്ലോ? ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. We welcome you. We welcome you. അവൾ നന്നായി പാചകം ചെയ്യുന്നു. She cooks well. She cooks well. അവൻ കഠിനമായി ജോലി ചെയ്യുന്നു. He works hard. He works hard. അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. He comes here every day. He comes here every day. നമുക്ക് ഇങ്ങനെയുള്ള കൂടുതൽ സെൻറ്റൻസുകൾ അടുത്ത വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറെ ലൈക്ക് ഓർ കമൻറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.